ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ക്രിസ്മസ് ദിനം കൂടി കടന്നു വരികയാണ്. സ്നേഹവും താഴ്മയും സന്ദേശമായി നൽകിയ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിലേക്ക് നാം അടുത്തിരിക്കുന്നു. പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ഒരു അനുഭവമാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്നത്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച ദൈവപുത്രൻ പിറന്നു വീണത് മണിമാളികകളിലോ കൊട്ടാരങ്ങളിലോ അല്ല, മറിച്ച് ചെറിയൊരു കാലിത്തൊഴുത്തിലാണ്. ഇതിലൂടെ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മഹത്തരമായ സന്ദേശമാണ്. സ്നേഹത്തിലൂടെ എല്ലാവരെയും ഒന്നായി കാണുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹമെന്ന കവചം ധരിച്ച് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് അനുഗ്രഹ പൂർണ്ണമായി മാറുന്നത്. രണ്ട്, യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് ദൂതഗണം ഉച്ചത്തിൽ പാടിയ ഒരു കാര്യമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ജീവിതത്തിൽ സന്മനസ്സോടെ ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്മസ് അനുഗ്രഹ പൂർണ്ണമായി മാറുന്നത്. അമിതമായ ആഘോഷങ്ങൾക്കപ്പുറം ക്രിസ്തു നൽകിയ പാതയിലൂടെ നടക്കുവാൻ, ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥവത്തായി മാറുന്നത്. സ്നേഹമാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ ജനിക്കുവാൻ ഇടയാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.